ഹായ്, ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് മലയാളത്തിലാണ്. നഴ്സിംഗ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നഴ്സസിനും ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഈ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സോ അതുകൊണ്ട് ഇതെല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ വരുന്ന ബേൺസിനെ കുറിച്ചാണ്. ബേൺസ് എന്ന് പറഞ്ഞാൽ പൊള്ളലിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ പൊള്ളലിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങളെ റിഫ്രഷ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ ദിസ് ഈസ് അനില, യു ആർ വാച്ചിങ് ലേൺ നഴ്സിംഗ് വിത്ത് അനില. നിങ്ങൾ ഇന്ന് വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് സീ ലേൺ നഴ്സിംഗ് വിത്ത് അനില. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് ബേൺസ്? ബേൺസ് എന്ന് പറയുന്നത് ഒരു എനർജി ഒരു സോഴ്സിൽ നിന്ന് വേറൊരു സോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ടിഷ്യൂസിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ, അത് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ബേൺസ്. ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ സോഴ്സ് ടു അനദർ വിച്ച് ലീഡ്സ് ടു ടിഷ്യൂ ഡാമേജ്, ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആൻഡ് അയോണൈസേഷൻ ഓഫ് കണ്ടന്റ്. അപ്പൊ ഇത് ഇത്രയും സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു പൊള്ളലേറ്റിട്ടുണ്ടായിരിക്കും. അപ്പം പൊള്ളലേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊള്ളൽ വരുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സാണ് നമ്മുടെ സ്കിന്നിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാമായിരിക്കും. ഞാനിവിടെ ഒരു ഡയഗ്രം ഡ്രോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജസ്റ്റ് സ്കിന്നിന്റെ ലെയേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഫസ്റ്റ് ലെയർ എന്ന് നമുക്ക് പറയാം, ഇത് സെക്കൻഡ് ലെയർ, ദിസ് ഈസ് ദ തേർഡ്. ദ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്തുവാ? നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള സാധനമാണ്. ദ സൂപ്പർഫിഷ്യൽ ലെയർ ഈസ് ഓൾവേസ് ദ എപ്പിഡെർമിസ്. സോ നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. ദ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഡെർമിസ് ആൻഡ് തേർഡ് നമുക്ക് കിട്ടുന്ന സാധനമാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് എപ്പിഡെർമിസ്. അപ്പോൾ നമ്മുടെ സൂപ്പർഫിഷ്യൽ ലെയർ വിൽ ബി എപ്പിഡെർമിസ് ഓൺലി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലെയേഴ്സ് ഓഫ് സ്കിൻ. സോ നമ്മളിപ്പോൾ ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞു ബേൺസിന്റെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ തരത്തിൽ നമ്മൾ ബേൺസിനെ തരംതിരിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ബേൺസിനെ നമ്മൾ ബേസ്ഡ് ഓൺ ദി ഡെപ്ത് നമ്മൾ അതിന് തരംതിരിച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് അറിയാവോ? ബേസ്ഡ് ഓൺ ഡെപ്ത് വി ഹാവ് ക്ലാസിഫൈഡ് ദ ബേൺ ഇൻടു 3. The first one is superficial partial thickness burn, deep partial thickness burn and the full thickness burn. So superficial partial thickness burn we call first degree burn, and deep partial thickness burn is called as second degree burn, and the full thickness burn will be third degree burn. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ട് നമ്മുടെ സ്കിന്നിന്റെ ഏതൊക്കെ ലെയേഴ്സിനെ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ബേൺ, അതിനെ പറയുന്ന പേരാണ്, അതായത് നമുക്കറിയാം ഇത് ഫസ്റ്റ് ലെയർ ഓഫ് സ്കിൻ, അതായത് എപ്പിഡെർമിസ്, അതിന്റെ താഴെ ഡെർമിസ്, പിന്നെ ഏതാ ഉള്ളത്? ഇത് സബ്ക്യൂട്ടേനിയസ്, പിന്നെ അതിന്റെ താഴെ നമുക്ക് മസിൽസോ സ്ട്രക്ചേഴ്സോ നെർവ്സ് അതൊക്കെ കാണാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് മസിൽസ് എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തുവാണ് സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ബേൺ? അതിൽ വരുന്നത് നമ്മുടെ ഈ എപ്പിഡെർമിസ് നശിച്ചു പോകും. ഒരു ബേൺ ഉണ്ടായി, അതായത് നമ്മുടെ കയ്യിൽ ചൂടുവെള്ളം വീണു, അപ്പൊ നമുക്കൊരു ബ്ലിസ്റ്റർ ഉണ്ടായാൽ എപ്പോഴും നിങ്ങൾ ഓർക്കണം, ബ്ലിസ്റ്റർ ഉണ്ട് എങ്കിൽ അതൊരു സൂപ്പർഫിഷ്യൽ ബേൺ ആണ്. Okay, so superficial burn is called first degree burn. In this the epidermis will get destroyed. അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സൺബേൺ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇനി അതിന്റെ കളർ എന്തുമായിരിക്കും? ഒരു പിങ്കിൻ കളറിലായിരിക്കും പൊതുവെ സൂപ്പർഫിഷ്യൽ ബേൺ നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ ഇത് കുറച്ചൊക്കെ വേദനയുള്ള സാധനമാണ്, പെയിൻഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഡീപ്പ് പാർഷ്യൽ തിക്നെസ് ബേൺ. ഡീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പിഡെർമിസും പിന്നെ ഡെർമിസും കൂടെ നമുക്ക് നഷ്ടമാവും. ഡെർമിസിലും അപ്പർ പോർഷനും ഉണ്ട്, ഡീപ്പ് പോർഷനും ഉണ്ട്. അതിൽ അപ്പറും ഡീപ്പും ഒക്കെ നശിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡ് ഡിഗ്രി ബേൺ, അതായത് ഡീപ്പ് പാർഷ്യൽ തിക്നെസ് ബേൺ എന്ന് വിളിക്കാം. എന്നിട്ട് ഇതിലെന്തുവാന്ന് വെച്ചാല് ഒന്നുകിൽ അത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ബേൺ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് റെഡോ പിങ്ക് കളറിലോ ഒക്കെ കാണപ്പെടാറുണ്ട്. സെക്കൻഡ് ഡിഗ്രി ബേൺ എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ബേൺ ആയിരിക്കും. ലാസ്റ്റ് ബേൺ എന്ന് പറയുന്നത് ഫുൾ തിക്നെസ് ബേൺ, ദാറ്റ് ഈസ് തേർഡ് ഡിഗ്രി ബേൺ. തേർഡ് ഡിഗ്രി ബേണിൽ എന്തോ പറ്റുമെന്ന് അറിയാവോ? നമ്മുടെ എപ്പിഡെർമിസും പോകും, ഡെർമിസും പോകും, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ പോകും, ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ അണ്ടർലൈൻ സ്ട്രക്ചേഴ്സും പോകും, അതായത് മസിൽസ് നെർവ്സും ഒക്കെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് തെർമൽ ഇഞ്ചുറീസ് ഒക്കെ പറയാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ ഇഞ്ചുറീസ്, ഇലക്ട്രിക്കൽ ബേൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ തിക്നെസ് ബേണി പറയാം. ഇത് എപ്പോഴും ഏത് കളറിലായിരിക്കും അറിയാം? വൈറ്റ് ഇൻ കളർ ആയിരിക്കും. പിന്നെ ഇത് ചാട്
അതായത് നമ്മൾ കരിഞ്ഞു പോയി കഴിയുമ്പോൾ ഒരു കളർ വരത്തില്ലേ, അതിന്റെ ഒരവസ്ഥയിലായിരിക്കും നമുക്ക് ഈ പേഷ്യൻസിന്റെ ബേണിനെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകതയുള്ളത്, there will be no pain or less pain. എന്തുകൊണ്ടാണ് ഈ നോ പെയിൻ അല്ലെങ്കിൽ ലെസ് പെയിൻ? കാരണം ഇത് ഫുൾ തിക്നെസ് ബേൺ, അപ്പൊ ഇതിൽ നമുക്ക് കൂടുതൽ വേദനിക്കണ്ടായി, പക്ഷേ ഇതിൽ വേദന കാണത്തില്ല, ചിലപ്പോൾ ചെറിയൊരു വേദനയെ കാണത്തുള്ളൂ പേഷ്യന്റിന്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അതിന് കാരണം എന്ന് പറയുന്നത് ഈ പൊള്ളലേറ്റ സമയത്ത് പേഷ്യന്റ് നെർവ്സ് എല്ലാം അങ്ങ് നശിച്ചു പോയി, അതുകൊണ്ടാണ് പേഷ്യന്റിന് പെയിൻ ഫീൽ ആകുന്നത്. പക്ഷേ ഇൻ സെക്കൻഡ് ഡിഗ്രി ബേണിൽ ഭയങ്കര പെയിൻ ആയിരിക്കും, ബിക്കോസ് അതിന്റെ താഴെ നമുക്ക്, അതായത് ഡെർമിസിന്റെ താഴെ നമുക്ക് നെർവ്സ് എല്ലാം ഇൻടാക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പേഷ്യന്റിന് കൂടുതൽ പെയിൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങളോട് ഒരു എക്സാമിന് ചോദിക്കുക, ഇൻ വിച്ച് ഡിഗ്രി ഓഫ് പെയിൻ there will be more pain, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ the more pain will be in second degree burn, not in the full thickness or third degree burn. In third degree burn there will be no pain or less pain. Okay, this all about the classification of ബേൺസ്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ബേൺസിനെ കുറിച്ചാണ്. ബേൺസിന്റെ ഡെഫിനിഷൻ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ നമ്മുടെ സ്കിന്നിന്റെ ലെയേഴ്സ് ഓരോ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ ബേൺസിൽ ഇൻവോൾവ് ആകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ 2 ക്വസ്റ്റ്യൻസ്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു കമന്റ്. I'll see you soon with another videos. Till then, you're watching Learn Nursing with Anila. Keep growing, keep learning together.